Hi, hello everyone. Welcome to CC Plus. എൻ്റെ പേര് അഞ്ജു മുരളി. അപ്പൊ ഇന്ന് നമ്മൾ 6ാം ക്ലാസ് മാത്സിലെ ഫ്രാക്ഷൻസ് എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് പോർഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എന്താണ് ഒരു ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ? നിങ്ങളൊരു ഫോർ എക്സാമ്പിൾ ഒരു പിസ്സ എടുത്തിട്ട് നമുക്ക് അതിനെ നേരെ ഹാഫ് ആക്കാം അല്ലെ? അതിന്റെ സെന്ററിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യും. അപ്പൊ ഇതൊരു പിസ്സയാന്ന് വിചാരിക്കുക, അതിനെ സെന്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്തു. ഇപ്പൊ എത്ര പോർഷൻസ് ഉണ്ട്? 2 പോർഷൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അതിനകത്ത് മൊത്തം 2 പോർഷൻ ഉണ്ട്. അതിൽ 1 എന്ന് പറയുമ്പോൾ അതിൽ ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള കളർ കൊടുത്തിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, അതിന് നമുക്ക് എന്ത് പറയാം? 2ൽ 1. ഔട്ട് ഓഫ് 2 1 പോർഷൻ. അപ്പൊ 2 പോർഷൻ ആക്കി നമ്മൾ ഒരെണ്ണത്തിനെ കട്ട് ചെയ്തിട്ട്, അപ്പൊ അതിന്റെ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ഡിവൈഡഡ് ബൈ 2. അതായത് ഔട്ട് ഓഫ് 2 പാർട്സിൽ നമ്മൾ 1 ആണ് എടുക്കുന്നത്. സോ 1/2. അപ്പൊ ഈ 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഫ്രാക്ഷൻ ആണ്. ഇതെങ്ങനെ എഴുതുക ഫ്രാക്ഷനെ? ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏത് ഫോമിലായിരിക്കും അറിയോ? A ഡിവൈഡഡ് ബൈ ബി ഫോമിലായിരിക്കും. A ബൈ ബി ഫോമിലായിരിക്കും ഒരു ഫ്രാക്ഷൻ ഉണ്ടാവുക. ഓക്കെ, ഇനിയിപ്പോ ഒന്നുകൂടെ ആ ഒരു പിസ്സേനെ നമ്മൾ 2 ആക്കി കട്ട് ചെയ്തല്ലേ? അപ്പൊ ഒരു പോർഷൻ എത്രയാണ്? 1/2. ഇനി ആ പിസ്സേനെ നമ്മൾ 3 ആക്കി കട്ട് ചെയ്യാൻ പോവാണ്. 3 പേർക്ക് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഒരാൾക്ക് എത്ര എണ്ണം കിട്ടും? ഒരാൾക്ക് ഔട്ട് ഓഫ് 3 1 കിട്ടും ഒരാൾക്ക് അല്ലെ? മൊത്തം 3 പീസ് ഉണ്ട്. 3 പീസിൽ 1 കിട്ടും ഒരാൾക്ക്. അപ്പൊ ഏതാണ് ഫ്രാക്ഷൻ? 1 ഡിവൈഡഡ് ബൈ 3. 1 ഡിവൈഡഡ് ബൈ 3. അടുത്ത നോക്ക്, ആ പിസ്സേനെ ഞാൻ ഇവിടെ 4 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. 4 പേർക്ക് കൊടുക്കാൻ വേണ്ടി 4 ആക്കി ഡിവൈഡ് ചെയ്തു. അപ്പൊ ഈ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ ദാ ഇത്രയും വരും അല്ലെ? ഈ ഒരു ഗ്രീൻ കളറിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും? 1 ഡിവൈഡഡ് ബൈ 4. 4 പീസിൽ ഒരെണ്ണം ഒരാൾക്ക് കിട്ടും. അപ്പൊ ഫ്രാക്ഷൻ എന്താണ്? 1 ഡിവൈഡഡ് ബൈ 4 ആണ്. ഇനി അതിനെ 5 ആക്കിയാലോ? 1 ഡിവൈഡഡ് ബൈ 5. 1/5 എന്ന് പറയാം. ഫ്രാക്ഷൻ എന്താ? 1/5. 6 ആക്കി ഡിവൈഡ് ചെയ്താൽ 1/6. 7 ആക്കിയാല് 1/7. 8 ആക്കിയാല് 1/8. 9 ആക്കിയാലോ 1/9. അപ്പൊ അങ്ങനെ ഫ്രാക്ഷനെ A ബൈ ബി ഫോമിൽ എഴുതുന്ന എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് എന്ത് പറയാം? ഫ്രാക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഫ്രാക്ഷൻ എന്ന് പറയാം. A ബൈ ബി ഫോമിലാണ് നമ്പർ എങ്കിൽ അതിനെ നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയും. അപ്പൊ നമ്മള് 1/2, 1/3, 1/4 ഇതൊക്കെ എന്താ നമ്മൾ പഠിച്ചു? ഇതൊക്കെ എന്താണ്? ഫ്രാക്ഷൻസ് ആണ് അല്ലെ? ഫ്രാക്ഷൻസ് ആണ്. ഇനി പറയാം, ദാ ഇവിടെ നോക്ക്, ഇവിടെ ഇപ്പൊ 5 പീസ് ഉണ്ട്. 5 പീസ് ഉണ്ട്. അതിൽ നമ്മൾക്ക് 2 പീസ് എടുക്കുകയാണ്. അപ്പൊ ഈ ഒരു പീസും ഈ ഒരു പീസും അങ്ങനെ 2 പീസ് എടുത്തു. അപ്പൊ അതെങ്ങനെ ഫ്രാക്ഷൻ ഫോമിൽ പറയാൻ പറ്റും? മൊത്തം അവിടെ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട് അല്ലെ? 5 എണ്ണം ഉണ്ട്. അതിൽ എത്ര എണ്ണം നമ്മൾ എടുത്തു? 5 എണ്ണത്തില് 2 എണ്ണം നമ്മൾ എടുത്തു. അപ്പൊ ഫ്രാക്ഷൻ ഏതായി? 2/5 ആയി. 2/5. 2/5 എന്ന് പറഞ്ഞാലും അത് A ബൈ ബി ഫോമിലല്ലേ? സോ അതും എന്താണ്? ഒരു ഫ്രാക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഫ്രാക്ഷൻ എന്നുള്ള ഒരു ഐഡിയ കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ദാ ഈ ഒരു ഫിഗർ നോക്ക്. ഇതിൽ ഇപ്പൊ ഈ ഒരു ട്രയാങ്കിളിനെ 2 ആക്കി ഡിവൈഡ് ചെയ്തു അല്ലെ? അതില് ഒരു പോർഷൻ നമുക്ക് കളർ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ വെച്ചിട്ട് ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പോർഷന്റെ ഫ്രാക്ഷൻ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ എത്ര പാർട്സ് ഉണ്ട്? 2 പാർട്സ് ഉണ്ട് അല്ലെ? 2 ഈക്വൽ പാർട്സ് ഉണ്ട്. 2 ഈക്വൽ പാർട്സ് ഉണ്ട്. അതിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? എത്ര എണ്ണമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? ഒരെണ്ണം. ഔട്ട് ഓഫ് 2 ഒരെണ്ണമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഷെയ്ഡ് ചെയ്ത പോർഷൻ ഏതാണ്? ഫ്രാക്ഷൻ ഫോമിൽ പറയുമ്പോൾ എന്ത് പറയാം? 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയാം. ഓക്കെ, 1/2. അടുത്തത് നോക്ക്. അടുത്തത് എത്ര ഈക്വൽ ഭാഗങ്ങളുണ്ട്? 1, 2, 3, 4. അങ്ങനെ 4 ഈക്വൽ പാർട്സ് ഉണ്ട് അല്ലെ? 4 ഈക്വൽ പാർട്സ് ഉണ്ട്. അതിൽ കളർ ചെയ്തിട്ടുള്ളത് ഒറ്റ പോർഷനിൽ മാത്രമാണ്. അപ്പൊ ആ ഷെയ്ഡഡ് പോർഷൻ എത്ര ഫ്രാക്ഷൻ ആണെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? മൊത്തം 4 ഭാഗങ്ങളുണ്ട്. അതിൽ ഒരെണ്ണമാണ് നമുക്ക് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. സോ ഫ്രാക്ഷൻ ഏതായിട്ട് വരും? 1 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. അടുത്തത് നോക്കുക, ഈ ഒരു സർക്കിളിനെ എത്ര പോർഷൻ ആക്കിയിട്ടുണ്ട്? 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? അതില് ഒറ്റ പാർട്ടിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കളർ ചെയ്തിട്ടുള്ളത്. അപ്പൊ കളർ ചെയ്ത പോർഷൻ എത്ര ഫ്രാക്ഷൻ ആണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാൻ പറ്റും? എല്ലാവരും പറഞ്ഞ എങ്ങനെ പറയാൻ പറ്റും? അതിന്റെ ഫ്രാക്ഷൻ എന്തായിരിക്കും വരിക? 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര പോർഷൻ ഉണ്ട്? 4 ഈക്വൽ പോർഷൻ ഉണ്ട്. സോ ഫ്രാക്ഷൻ എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ 4. അപ്പൊ എല്ലായിടത്തും നമുക്ക് ഇവിടെ 1/2 എന്ന് കിട്ടി, ഇവിടെ 1/4 എന്ന് കിട്ടി, ഇവിടെ 1/4 എന്ന് കിട്ടി. സോ ഇതുപോലെ നമുക്ക് ഏത് ഫിഗർ തന്നാലും
അതിനകത്ത് കുറച്ച് പോർഷൻസ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കളർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്ര ഫ്രാക്ഷൻ ആണ്, എത്ര പോർഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി വിച്ച് ഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ, 1/5 ഓർ 1/9? 1/5 ആണോ 1/9 ആണോ വലുത്? അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? 1/5 ആണോ 1/9 ആണോ വലുത്? അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാല്, ഇപ്പൊ 1 ആണ് ന്യൂമറേറ്ററിൽ ഉള്ളത് അല്ലെ. അപ്പൊ ന്യൂമറേറ്ററിൽ 1 ആണുള്ളത്. നിങ്ങൾ വിചാരിക്കാം ഒരു കേക്കിനെ 5 ആക്കി ഡിവൈഡ് ചെയ്യുമ്പോഴാണോ ഒരാൾക്ക് കൂടുതൽ കിട്ടുന്നത്? ഒരു കേക്കിനെ 9 ആക്കി ഡിവൈഡ് ചെയ്യുമ്പോഴാണോ ഒരാൾക്ക് കൂടുതൽ കിട്ടുന്നത്? കേക്കിന്റെ അളവിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. സെയിം സൈസിലുള്ള 2 കേക്ക് എടുത്ത് വെച്ചേക്കാം. ഓക്കെ, സെയിം സൈസിലുള്ള 2 കേക്ക്. ആദ്യത്തെ കേക്ക് ഞാൻ 5 ആക്കി ഡിവൈഡ് ചെയ്തു, എല്ലാവർക്കും 5 പേർക്ക് തുല്യമാക്കി കൊടുത്തു. അടുത്ത കേക്ക് 9 ആക്കി ഡിവൈഡ് ചെയ്തു. അപ്പൊ ആ ആൾക്ക്, അതായത് ആ 9 പീസ് ആക്കിയതിൽ നിന്ന് ഒരു പീസ് ഓരോരുത്തർക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഏത് കട്ട് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ കിട്ടുക? ഒന്നിനെ 5 ആക്കുമ്പോഴാണോ ഒന്നിനെ 9 ആക്കുമ്പോഴാണോ കൂടുതൽ പോർഷൻ വരിക? 1/5 ചെയ്യുമ്പോഴാണ് അല്ലെ. ഒന്നിനെ 5 ആക്കുമ്പോഴാണ്. അതായത് ഒരു കേക്ക് മുറിച്ചിട്ട് 5 പേർക്ക് തുല്യമാക്കി കൊടുത്തു. ആ സെയിം കേക്ക് തന്നെ 9 പേർക്ക് ഈക്വൽ ആക്കി കൊടുക്കണം. അപ്പൊ 9 പേർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഒരാൾക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി അതനുസരിച്ചിട്ട് കുറയില്ലേ? ഇനിയിപ്പോ 9 പേരും പോട്ടെ, ഒരു 20 പേരുണ്ടെന്ന് വിചാരിക്കും. ഒരു കേക്ക് 20 പേർക്ക് വീതിക്കുമ്പോഴത്തേക്കും ഒരാൾക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി കുറയുവല്ലേ ഉള്ളൂ. സോ നമ്പർ ഓഫ് പീപ്പിൾ കൂടുമ്പോ എന്താണ്, ആ കേക്കിന് എത്ര കേക്ക് കിട്ടും ആ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും. അപ്പൊ ഏറ്റവും കുറവ് എവിടെയാണോ അതായിരിക്കും ഏറ്റവും കൂടുതൽ. ഇവിടെ ഇപ്പൊ 5 പേരേ ഉള്ളൂ. സോ 1/5 ആയിരിക്കും ഗ്രേറ്റർ. അപ്പൊ വിച്ച് ഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ, 1/5 ഓർ 1/9 എന്ന് ചോദിച്ചാൽ നമുക്ക് ഏത് പറയാം? 1/5 ആണ് ഗ്രേറ്റർ. 1/5 ഈസ് ഗ്രേറ്റർ ദാൻ 1/9. സോ ഗ്രേറ്റർ ഫ്രാക്ഷൻ ഏതാണ്? 1/5 ആണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഇനിയിപ്പോ അടുത്തത് നോക്കാം. When one unit is divided into several equal parts, each part is called a fractional unit. അതായത് ഇപ്പൊ ഒരു യൂണിറ്റിനെ കുറെ പാർട്സ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ അതിലെ ഓരോ പാർട്ടിനെയും നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഫ്രാക്ഷണൽ യൂണിറ്റ് എന്ന് പറയാം. എന്താണ് ഫ്രാക്ഷണൽ യൂണിറ്റ്? ഒരു യൂണിറ്റിനെ കുറെ അധികം പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ആ ഓരോ പാർട്ടിനെയും പറയുന്ന പേരാണ് എന്ത്? ഫ്രാക്ഷണൽ യൂണിറ്റ്. ഫോർ എക്സാമ്പിൾ 1/2, 1/3, 1/4. അതുപോലെ 1 ഡിവൈഡഡ് ബൈ എന്ത് വന്നാലും 1/100 1/1000 എന്ത് വന്നാലും അതിനെ നമ്മൾ എന്താ പറയാ? ഫ്രാക്ഷണൽ യൂണിറ്റ് എന്ന് പറയും. ഒരു യൂണിറ്റിനെ തുല്യമാക്കി കുറെ പാർട്ടാക്കി, എത്ര പാർട്ടാക്കി വേണമെങ്കിൽ ഡിവൈഡ് ചെയ്താലും ആ ഫ്രാക്ഷൻ നമ്മൾ ഫ്രാക്ഷണൽ യൂണിറ്റ് എന്ന് പറയും. ഓക്കെ, വി ഓൾസോ സംടൈംസ് റെഫർ ടു ഫ്രാക്ഷണൽ യൂണിറ്റ്സ് ആസ് യൂണിറ്റ് ഫ്രാക്ഷൻസ്. ഈ ഫ്രാക്ഷണൽ യൂണിറ്റിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് യൂണിറ്റ് ഫ്രാക്ഷൻസ്. ഓർത്ത് വെച്ചോളൂ, ഫ്രാക്ഷണൽ യൂണിറ്റിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് യൂണിറ്റ് ഫ്രാക്ഷൻസ് എന്നുള്ളത്. ഓക്കെ, 1/50 എന്ന് പറഞ്ഞാലും 1/100 എന്ന് പറഞ്ഞാലും 1/5000 എന്ന് പറഞ്ഞാലും ഒക്കെ എന്ത് തന്നെയാണ്? ഫ്രാക്ഷണൽ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ യൂണിറ്റ് ഫ്രാക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഈ ഒരു ചോദ്യം നമുക്ക് ചെയ്യാം. ഇതിനെ ബേസ് ചെയ്തിട്ട് വരുന്നത്, a wholesale merchant packed 1 kg of rice in 4 packets of equal weight. എന്താ ചെയ്തത് മെർച്ചന്റ് ചെയ്തത്? 1 കിലോ റൈസ് എടുത്തു. ആ 1 കിലോ റൈസ് എന്താ ചെയ്തത്? 4 പാക്കറ്റിലാക്കിയിട്ട് ഫിൽ ചെയ്തു. 4 പാക്കറ്റിനും എന്തായിരിക്കണം? ഈക്വൽ വെയിറ്റ് ആയിരിക്കണം. ഒന്നിന് കൂടുതൽ ഒന്നിന് കുറവൊന്നും വരാൻ പാടില്ല. ഈ 1 kg 4 ആക്കി ഡിവൈഡ് ചെയ്ത് 4 പാക്കറ്റിൽ വെച്ചു. The weight of each packet is, അപ്പൊ അതില് 4 പാക്കറ്റ്സ് ഇല്ലേ, അതിൽ ഒരു പാക്കറ്റിലെ വെയിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് മൊത്തം എത്ര kg ഓഫ് റൈസ് ഉണ്ട്? ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് റൈസ് നമുക്ക് സ്റ്റെപ്പ് എഴുതണം അല്ലെ? എക്സാമിന് എഴുതുമ്പോ the total quantity of rice എന്താ വരിക? total quantity of rice 1 kg. ആൻഡ് അത് 4 പാക്കറ്റ്സിലാക്കിയിട്ട് ഈക്വൽ വെയിറ്റ് ഉള്ള 4 പാക്കറ്റ്സ് ആക്കി. അപ്പൊ ഒരു പാക്കറ്റിന്റെ വെയിറ്റ്, നമ്പർ ഓഫ് പാക്കറ്റ്സും കൂടെ എഴുതി വെച്ചോ. നമ്പർ ഓഫ് പാക്കറ്റ്സ് എത്രയാണ്? നമ്പർ ഓഫ് പാക്കറ്റ്സ് 4 ആണ്. പിന്നെ നമുക്കറിയാം 1 കിലോ 1 kg എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആണ്? 1 kg is equal to how many grams? 1 kg is equal to 1000 gram. 1 kg equal to 1000 gram. Weight of rice in 1 packet.
അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് വൺ പാക്കറ്റ് എന്ത് വരും? വെയിറ്റ് ഓഫ് വൺ പാക്കറ്റ്, ഒരു പാക്കറ്റിലെ വെയിറ്റ് 1 kg, അതായത് 1000 gram ഡിവൈഡഡ് ബൈ 4. 1000 gram ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ എന്താ വരിക? നമുക്ക് ഇവിടെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കോ. 4, 2 into 4 8, റിമൈൻഡർ 2, 0 ഇറക്കി എഴുതി. 5 into 4 20, then ഒരു 0 വന്നു, ആ 0 ഇവിടെ കൊടുത്തു. ഓക്കെ, 250 എന്ന് വന്നു അല്ലെ? 250 gram. ഒരു പാക്കറ്റിലെ റൈസിന്റെ വെയിറ്റ് എന്താണ്? ഒരു പാക്കറ്റിന്റെ വെയിറ്റ് എന്താണ്? 250 gram ആണ്. 250 gram. നമുക്ക് വേണ്ടത് എന്തിലാണ്? കിലോഗ്രാമിലാണ് നമുക്ക് ആൻസർ വേണ്ടത്. സോ ഗ്രാമിനെ എങ്ങനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം? എങ്ങനെയാണ് ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക? ഡിവൈഡഡ് ബൈ 1000. ഡിവൈഡഡ് ബൈ 1000. 250 by 1000 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? എന്താ ചെയ്യേണ്ടത്? 250 by 1000 എന്ന് പറയുമ്പോൾ ഇവിടെ 3 zeros അല്ലേ ഉള്ളത്? 3 പ്ലേസ് ലെഫ്റ്റിലേക്ക് മാറ്റിയിട്ട് പോയിന്റ് കൊടുക്കുക. അപ്പൊ ഇവിടെ 1 2 3 എവിടെ പോയിന്റ് കൊടുക്കുക? ഇവിടെ 0.25 kg. 0.250 എന്ന് പറഞ്ഞാലും ശരിയാണ്, 0.25 എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. സോ എത്രയാണ് കെ ജി? 0.25 kg. സോ 1 kg ഓഫ് റൈസിനെ 4 പാക്കറ്റ്സിലാക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു, ഈക്വൽ വെയിറ്റ് ഉള്ളത്. അപ്പോ ഒരു പാക്കറ്റിന്റെ വെയിറ്റ് എത്രയാണെന്ന് നമുക്ക് കിട്ടിയത്? 0.25 kg. ഇനി അത് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 0.250 എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതിക്കോളൂ. എങ്ങനെയായാലും സെയിം തന്നെയാണ്. അതായത് 0.25ഉം 0.250ഉം സെയിം തന്നെയാണ് കേട്ടോ. സോ 0.25 kg എന്ന് പറഞ്ഞാലും 0.250 kg എന്ന് പറഞ്ഞാലും നോ ഡിഫറൻസ്, ബോത്ത് ആർ ദ സെയിം. ഓക്കെ, അപ്പൊ ഒരു പാക്കറ്റിന്റെ വെയിറ്റ് എത്രയാ കിട്ടിയത്? 0.25 kg എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഫ്രാക്ഷൻസ് എന്നുള്ള ഒരു കുഞ്ഞി പോർഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം കൂടി നമ്മൾ കണ്ടു. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്, ഫ്രാക്ഷന്റെ. അപ്പൊ നിങ്ങൾക്ക് എക്സാം ഒക്കെ അടുത്തു അല്ലേ? അപ്പൊ എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ CC പ്ലസിൽ 1-to-1 ട്യൂഷൻ നൽകുന്നുണ്ട്. 1-to-1 ട്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ട്യൂഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇതിന് ജോയിൻ ചെയ്യാൻ വേണ്ടി, അതുപോലെ 6th ക്ലാസ്സിലെ ഒരു പോർഷൻ ആണല്ലോ നമ്മൾ പഠിച്ചത്. 6th വേണ്ടിയിട്ട് മാത്രമല്ല, 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള CBSE സ്റ്റുഡൻസിന് നമ്മൾ CC പ്ലസ് 1-to-1 ട്യൂഷൻ നൽകുന്നുണ്ട്. ആൻഡ് അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9496949929 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്